ആൺകൊതുകുകൾക്ക് അറിയാം ഈ പെൺകൊതുകുകളുടെ കൂടെ അധിക നാൾ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇവര് അധിക നാൾ നമ്മുടെ ഭാര്യയായിട്ട് ഇരിക്കത്തില്ലെന്ന്. കാരണം അവർക്കറിയാം ചോര കുടിക്കാൻ പോയ വെറുതെ തല്ലുകൊണ്ട് ചാകുന്നു. പക്ഷെ ഇവന്മാർക്ക് അടുത്ത തലമുറനെ നയിക്കണമല്ല, അപ്പൊ അതിന് വേണ്ടിയിട്ട് മുട്ടയിടാൻ കൊതുകുകൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊതുകുകളുടെ പുറകെ നടക്കണമല്ല, സെറ്റാക്കണമല്ല ഈ പെൺകൊതുകുകളെയൊക്കെ. അപ്പൊ അതിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊതുക് ചെറുക്കന്മാരെല്ലാരും ഈ പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ഒരു പാട്ട് പാടും. പെൺകൊതുകുകളുടെ പുറകെ നടന്ന് ആൺകൊതുകുകൾ പാടുന്ന ഒരു പാട്ടിലോട്ട് നമുക്ക് പോകാം. ഇരുട്ട് ആവുമ്പോൾ സൂര്യൻ താഴുമ്പോൾ ചോര ഊറ്റാൻ പോകുന്ന കൊതുകച്ചി, മൂളിക്കൊണ്ട് ചെല്ലുമ്പോൾ കാലിൽ കുത്താൻ പോകുമ്പോൾ കയ്യും കൊണ്ട് വാങ്ങും തല്ല് കൊതുകച്ചി. ചോര ഊറ്റിക്കൂടിച്ചങ്ങ് വീർത്തു വയറും കൊണ്ട് പറക്കുവാൻ വയ്യാതായി. മുക്കി മൂളി പറന്ന നേരം ചമ്മന്തിയുമായി കൊതുകച്ചിപ്പെണ്ണേ, എന്റെ കൊതുകച്ചിപ്പെണ്ണേ, എന്റെ കൂടെ മൂളി പറക്കുവാൻ വാടി. കൊതുകച്ചി കൂടെ വന്നിട്ട് വല്ല കെട്ടിയ വെള്ളത്തിൽ മുട്ടായിട്ട് ഇട്ട് നിറയ്ക്കുവാൻ വാടി കൊതുകച്ചി. നമുക്ക് ഇല്ലാധികം നാൾ ചാകുവാൻ അടികൊണ്ട് കൊതുക് ബാറ്റും കൊതുക് തിരിയും ഉണ്ടെങ്കിൽ ചാകാനായി നമ്മൾക്ക് കൊതുകച്ചിപ്പെണ്ണേ, എന്റെ കൊതുകച്ചിപ്പെണ്ണേ, എന്റെ കൂടെ മൂളി പറക്കുവാൻ വാടി. കൊതുകച്ചി കൂടെ വന്നിട്ട് വല്ല കെട്ടിയ വെള്ളത്തിൽ മുട്ടായിട്ട് ഇട്ട് നിറയ്ക്കുവാൻ വാടി കൊതുകച്ചി. എന്നെ ഒരു കൊതുകച്ചിനെ പ്രേമിക്കാൻ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ കൊതുകച്ചിമാര് ചെല്ലും. എന്നിട്ട് ആ മുട്ടയിട്ട് കഴിയുമ്പോ ഇതേപോലെ ചോര ഊറ്റാൻ ചെല്ലുന്ന സമയത്ത് അടികൊണ്ട് ചമ്മന്തിയാവും. പിന്നെ ഈ ആൺകൊതുകുകളും മരിക്കൂട്ടാ. പക്ഷെ ആൺകൊതുകുകൾ മരിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ കൊതുക് തിരി വേണം, അല്ലെങ്കിൽ കൊതുക് ബാറ്റ് വേണം. മനുഷ്യന്മാരുടെ പെണ്ണുങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ കൊതുക് പെണ്ണുങ്ങൾ. കാരണം വെറുതെ ഇരിക്കുന്ന സമയത്ത് മൂളിക്കൊണ്ട് എല്ലാം തല്ലി വാങ്ങിക്കാനായിട്ട് വെറുതെ ഇങ്ങനെ നിന്ന് കുത്തി അടി വാങ്ങിക്കും. കൊതുക് പെണ്ണുങ്ങൾ ഒരു കാര്യം അവിടെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കണ സമയത്താണെങ്കിൽ ഇവര് നമ്മളെ കുത്താൻ പറഞ്ഞല്ലോ, കുത്തിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ചടിക്കോ എന്നറിയാനായിട്ട് ഇവര് നമ്മുടെ ചവിട്ടി ഒന്നൊന്ന് മൂളി നോക്കും. ബോധം ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കും, ഓടിച്ചു വിടും. ഇല്ലെങ്കിൽ ഇവര് ഒന്ന് മൂളിയിട്ട് വന്നിട്ട് നമ്മളെ കുത്തി ചോര എടുത്തിട്ടും പോകും. നീ ഒന്നുകൂടി മൂളി ഇത്രയും നാള് മൂളിക്കൊണ്ടിരുന്ന ഒരു സയന്റിഫിക്കൽ മൂവ്മെന്റ് ആയിരുന്നില്ല. പിന്നല്ലാണ്ട് അവര് വെറുതെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് മൂളണത്. ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരേ ഒരാളെ ഇന്നിപ്പോ നിലവിൽ ജീവിച്ചിരിപ്പുള്ളൂ.